കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ UDF സ്ഥാനാർത്ഥിയും സംഘവും നടത്തിയത് ആസൂത്രിതമായ സംഘർഷമെന്ന് ആരോപണം. UDF വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് പുറത്ത് ടീം UDF തൃക്കരിപ്പൂർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നതോടെയാണ് വിഷയം വിവാദമാകുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പ്രദീപ് നാരായണൻ കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ആ ചാറ്റുകളിൽ പറയുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഇന്ന് വൈകുന്നേരം കൂടിയാണ് UDF സ്ഥാനാർത്ഥി തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയത്. ഈ സമയം SFI പ്രവർത്തകർ തടഞ്ഞു, കയ്യേറ്റം ചെയ്തു എന്ന ഒരു പരാതിയാണ് UDF പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് SFI പ്രവർത്തകർ ഇത്തരത്തിലൊരു വാട്സാപ്പ് ചാറ്റ് പുറത്തുവിടുന്നത്. ടീം UDF തൃക്കരിപ്പൂർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ടുകളാണ് SFI പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ആ ചാറ്റിൽ പറയുന്നത്, അവർ ശരിക്കും നമ്മുടെ ട്രാപ്പിൽ വീണു, നല്ലൊരു പ്രചരണ ആയുധമായി മാറി എന്ന ഒരു ചർച്ചയാണ് ആ ഗ്രൂപ്പിൽ നടന്നത്. അതായത് കൃത്യമായ ആസൂത്രിതമായ ഒരു സംഘടനത്തിനുള്ള ഒരു ശ്രമമായിരുന്നു നെഹ്റു കോളേജിൽ നടന്നത് എന്നാണ് SFIക്കാർ പറയുന്നത്. അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പെടുന്നതാണ്. ഇവിടെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥി വരുന്നു, ആ സ്ഥാനാർത്ഥി വരുന്നതിൽ തടസ്സമില്ല. സ്ഥാനാർത്ഥിക്ക് മാത്രമായിരുന്നു ആ ക്യാമ്പസിലേക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. പക്ഷേ സന്ദീപ് വാര്യരുടെ കൂടെ KSU MSF പ്രവർത്തകർ സംഘടിതമായ ആ ക്യാമ്പസിലേക്ക് എത്തി. ക്യാമ്പസിൽ കോളേജ് യൂണിയന്റെ കോളേജിലെ പരിപാടി നടക്കുന്ന സമയമായിരുന്നു. ആ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെയാണ് ചോദ്യം ചെയ്തത്. അല്ലാതെ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തെ അല്ലെങ്കിൽ വോട്ടെടുപ്പിനെ ഞങ്ങൾ ചോദ്യം ചെയ്തില്ല എന്നാണ് SFIക്കാർ പറയുന്നത്. നെഹ്റു കോളേജിൽ നടന്ന സംഘർഷം അത് UDF ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ് എന്നുള്ള ഒരു ആരോപണമാണ് SFI മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് തെളിവായിട്ട് അവർ UDF വാട്സാപ്പ് ഗ്രൂപ്പിലെ ചില ചാറ്റുകളും പുറത്തുവിടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.